ഹായ് ഗിഡികളെ, എന്താണ് പരിപാടി? നമുക്കിന്നൊന്ന് കരാൻ വരെ പോവാം, QTS ഇൻ്റർനാഷണൽ. ഞാനിപ്പോൾ അവിടെയാണ്. എനിക്ക് PRP ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിനുവേണ്ടി ജസ്റ്റ് വന്നതാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് സെബിൽ പാർക്കിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. സെബിൽ പാർക്കിൽ പോയപ്പോഴാണ് അവിടെ ഡൈനോസർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പാർക്കിൽ. അപ്പോൾ അതിനുള്ളിൽ കയറാൻ എൻട്രൻസ് ഫീസൊക്കെ വേണം. അപ്പോൾ നമ്മൾ അതെടുത്തില്ല. നമ്മൾ നോർമൽ ഫീസുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. ഇപ്പോൾ നമ്മുടെ കുറേ ഡൈനോസറിന് കാണാൻ പറ്റി. രണ്ടുപേരും അവിടെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. വിശേഷങ്ങളാണോ, തർക്കമാണോ, കുടുംബശ്രീയിലത്തെ പ്രശ്നമാണോന്നും അറിയില്ല. രണ്ടുപേരോടൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ രണ്ടുപേരോന്ന് വെച്ചിട്ട് അവരെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവരും അതിൻ്റെ മേലെ നിന്ന് നോക്കിയിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ വിളിക്കാത്തത് അന്വേഷിച്ചിട്ട് രണ്ടുപേര് വേറെ അവിടെ ഉണ്ട്. അപ്പോൾ അവരും നോക്കി, അവരത് കുറച്ച് കലിപ്പിലാവുന്നതാണ് കുടുംബശ്രീക്ക് വിളിക്കാത്ത കാരണം. അവർ നോക്കിക്കുമ്പോഴാണ് പിന്നെ നോക്കിയപ്പോൾ വേറെ ഒളിഞ്ഞു നോക്കുകയാണ് അട്ടത്ത് നിന്ന്. എനിക്ക് ഇത്ര ഹൈറ്റുള്ള കാര്യം എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിലാണോ നോക്കിയപ്പോൾ വേറെ ആൾക്കാർ ഒളിഞ്ഞും പാത്തിക്കാണ്. ഞങ്ങളെ വിളിച്ചില്ലാരും, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ആരെ അടുത്ത് ഒരു ശല്യത്തിന് വരുന്നില്ല എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഓരോരുത്തരാണ് തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവരെ കണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഒന്നുകൂടെ അവരെടുത്തേക്ക് പോയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ അവരെ നോക്കിയിട്ടുണ്ട്. അവരും നല്ല രീതിയിൽ അവരായിട്ട് കളിച്ചിരിക്കുന്നുണ്ട്. ടോയ്സ് ആയിട്ട് പ്രശ്നമില്ലല്ലോ. കുറച്ച് കലിപ്പുണ്ട് തോന്നുന്നത്, വിളിക്കാത്തതുകൊണ്ടായിരിക്കും. എന്നാലും എന്താണോ കുറച്ച് ഗംഭീരമായിട്ടൊക്കെ ഉണ്ട്. ഒരുത്തനാണെന്ന് വെച്ചാൽ രൂപക്കോട്ടി ഇട്ടിരിക്കണ കാര്യം അതിനുള്ളിൽ പൂർത്തി കിടക്കണം. ഒരുത്തൻ നോക്കിയപ്പോൾ അവൻ ഇത്ര വലിയ തല വെച്ച് മറ്റുള്ളവരെ കോപ്പറാട്ടിങ് കാട്ടി വായം പൊടിച്ച് കളിയൊക്കെ കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്ന് എന്നൊക്കെ പറയണ്ടായിരുന്നു. അവൻ നോക്കി. അപ്പോൾ വേറെ ഒരുത്തൻ ഞാൻ അതിലൊന്നിനും ഉൾപ്പെടില്ല, ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ ആരോടും സംസാരിക്കില്ല, മിണ്ടൂല്ല, എന്നോട് നോക്കണം. ഞാൻ അവനെ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് അവനായിട്ടൊന്ന് കമ്പനിയായി. കുറച്ചു നേരം നോക്കുന്നവരെ അവനും മിണ്ടറില്ല, വലിയ ഇൻട്രോവേർട്ട് തന്നെ അവനൊക്കെ ശരിക്കും. വേറെ എന്തോ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്. ഭാര്യ നന്നായി ചീത്ത പറയുന്നുണ്ട്. ഭർത്താവ് അത് കേട്ട് നിൽക്കാൻ നല്ലത് ഒന്നും പറയാൻ പറ്റില്ല, വാ പൊളിച്ച് നിൽക്കേണ്ട ചെക്കൻ. പക്ഷെ ഭാര്യ മറ്റേ മുടിഞ്ഞ വർത്തമാനത്തിലാണ്. ആ ചെക്കനൊക്കെ ഒരു കഷ്ടകാലേ, എന്താ ചെയ്യുക. അവൻ പറഞ്ഞു നിൽക്കണ വേറെടുത്ത്. പിന്നെ കുറച്ച് അകലേക്ക് അങ്ങോട്ട് നോക്കി പിന്നെ സമാധിൻ്റെ വെള്ളരിപ്രാവിന് വരെ ഒട്ടപക്ഷി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് നല്ല രണ്ട് കോഴിക്കുട്ടന്മാരുണ്ട്. അവർ നല്ല പൂക്കളോട് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അവർ പിന്നെ പ്രണയത്തിൻ്റെ ആൾക്കാരെന്ന് തോന്നുന്നു. പിന്നെ സ്പേസിൽ നിന്ന് എപ്പോഴോ ഇറങ്ങി വന്നൊരു സ്പേസ് ഷിപ്പ് അവിടെ കിടക്കണ്ടായിരുന്നു. അത് അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാൻ നല്ലുണ്ട്, മേലോട്ട് പറന്ന് പോകണമില്ല. പിന്നെ രണ്ട് പൂച്ചകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ കുറച്ചൊക്കെ നീങ്ങിയിട്ടാണ് ദൈവരാണ്. ഫ്രണ്ട് ഭംഗി കിട്ടില്ല, പക്ഷെ ബാക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ അല്ലേ. അവരെയും കുറച്ചേരം നോക്കി നിന്ന് നമുക്ക് ഉള്ളി കിടക്കാൻ പറ്റത്തല്ല. പുറത്ത് തന്നെ വീഡിയോ കഷ്ടപ്പെട്ട് സൂം ചെയ്തൊക്കെ എടുത്തങ്ങോട്ട് സെറ്റാക്കി. പിന്നെ ഞാനെൻ്റെ ഇത്രയും ദുബായ് റമണിൻ്റെ ടീഷർട്ടൊക്കെ നേരില്ല. കുറച്ച് നേരം കറങ്ങി നടന്ന് ഫുഡും കഴിച്ച് നേരെ തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക്